സാധാരണ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാതിലൊക്കെ തുറന്ന് സിറ്റൗട്ടിൽ വന്ന് കുറേ നേരം പട്ടീനെയും പൂച്ചേനെയും മയിലിനെയൊക്കെ നോക്കി നിൽക്കാറ്. പക്ഷേ ഇപ്പോൾ എനിക്ക് മൂഡ് തറയിൽ വെക്കാനുള്ളൊരു സമയം കിട്ടാറില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാലും അമ്മ സ്വന്തമായിട്ട് തനിയെ കാലൊക്കെ നിരക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ കേട്ടോ. പെയിനൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മേനെ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്ന പാടെ അമ്മയെ ഒന്ന് നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ചതിന് ശേഷം അമ്മയ്ക്ക് പല്ല് തേക്കാനുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രോട്ടീൻ പൗഡറും റസ്ക്കും കൊടുത്ത് അമ്മ കുറച്ച് മരുന്നുണ്ട്, അത് ആദ്യം കഴിപ്പിച്ചതിന് ശേഷം പിന്നെ ഞാൻ ചായക്ക് ഇന്ന് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ, ഇഡ്ഡലിയും ചമ്മന്തി ആയിരുന്നു കേട്ടോ. അത് കൊടുത്തു. മാഷ് കഴിച്ച പ്ലേറ്റിലാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്രയും സ്നേഹമാണെന്ന് കരുതണ്ട. പാത്രം കഴുകാനുള്ള മടിയോണ്ടാണ്. കാരണം ഒരു ട്രിപ്പ് പാത്രങ്ങളുണ്ട്. ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ട്രിപ്പ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഇനി അടുത്തത് കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതും കൂടെ കഴിയണം. അപ്പോഴത്തേക്കും നമ്മുടെ അരി തിളച്ചിട്ടുണ്ട്. ഞാൻ ചായ കുടിക്കാനിരിക്കുമ്പോൾ തന്നെ ചോറിനുള്ള പണികളൊക്കെ തുടങ്ങി വെച്ചിട്ടാണ് ഞാൻ പോയി ചായ കുടിക്കാനിരുന്നത്. കാരണം മാഷും അമ്മയൊക്കെ ചായ കുടിച്ച് അവരൊക്കെ പോയതിന് ശേഷം ഞാൻ ചായ കുടിക്കാനിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളെ ചോറ് വാർത്തതിന് ശേഷം ഞാനിന്ന് കുമ്പളങ്ങയും ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒക്കെ കൂടെ ഇട്ടിട്ടുള്ളൊരു ചെറിയൊരു സാമ്പാർ, തട്ടിക്കൂട്ടൽ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം കുമ്പളങ്ങ ഇവിടെ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഈ തക്കാളി നല്ല പ്ലാസ്റ്റിക് പാത്രത്തിൽ കോട്ടൻ്റെ തുണിയിൽ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കേട് വരാതിരിക്കട്ടെ. ഒന്ന് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ പരിപ്പും കഷ്ണങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ടാണ് വേവിക്കാൻ പോകുന്നത്. എന്നിട്ട് ബാക്കി പണിയിലേക്ക്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 2 പാർട്ടാക്കിയിട്ടാട്ടോ ഷോർട്സ്. അപ്പോൾ അടുത്ത ഷോർട്സിൽ അടുത്ത് കാണാം.